ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ എടുക്കുന്ന വീഡിയോയിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം എനിക്കിങ്ങനെ വീഡിയോ എടുത്ത് അത്ര ശീലമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും നേരിട്ട് വന്ന് നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത ഷെയർ ചെയ്യാമെന്ന് കരുതി വന്നതാട്ടോ. ഞങ്ങളുടെ ചാനലിൽ 500 സബ്സ്ക്രൈബറായി. കാരണം ഈ ഒരു ചെറിയ കാര്യം എനിക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാട്ടോ. കാരണം എന്ന് വെച്ചാൽ അപ്പോൾ എല്ലാവരും പറയുമോ ഞങ്ങൾക്കിവിടെ 1 മില്യൺ വരെ അടിച്ചിരിക്കാൻ പോണ ഒരു 500 സബ്സ്ക്രൈബർ എന്ന് വെച്ചാൽ എനിക്ക് വലിയ കാര്യമായിട്ട്. കാരണം എനിക്കതിനെക്കുറിച്ച് യാതൊന്നും അറിയാതെ 2024 ചിങ്ങം 1 സ്റ്റാർട്ട് ചെയ്ത ചാനലാണ് കേട്ടോ. ചാനൽ തുടങ്ങിയ സമയത്ത് നല്ല സപ്പോർട്ടായിട്ട് ഒത്തിരി ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് വരെ അതിൽ ഓരോരുത്തരായിട്ട് ഇങ്ങനെ തൊഴിഞ്ഞു പോയി. കാരണം പിന്നെ കൂടെ നിന്ന പല ആൾക്കാരും കൂടെ നിന്നില്ല. പിന്നെ എല്ലാവരും പറഞ്ഞു ഇതൊക്കെ ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ റീച്ചാവൂ. കാരണം ഇത് തുടങ്ങാൻ സഹായിച്ച ആൾക്കാർ പോലും അങ്ങനെ പറഞ്ഞു, അതൊക്കെ ഭാഗ്യം വേണം, ഇതൊക്കെ നല്ല രീതിയിലെത്താൻ ഭാഗ്യം വേണമെന്ന് പറഞ്ഞു. കാരണം എനിക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പം എല്ലായിടത്തും ഇങ്ങനെ ചോദിക്കും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, പിന്നെ യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ നോക്കിയാൽ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നീട് വന്നപ്പം ഓരോ കണ്ടൻറ്റ് എങ്ങനത്തെ കണ്ടൻറ്റ് എടുക്കണം എന്നൊക്കെ ഒരു ഇത്. പക്ഷേ അറിയാം വാട്ടേന് 18 ഡേ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ എന്താണ് ചില പിറ്റേ ദിവസം എണീക്കുമ്പോൾ ചിലപ്പോൾ സമയപരിമിതി കാരണം എടുക്കാൻ പറ്റാതാവുക. ഞാനും മോളും കൂടെയാണ് മിക്ക വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ അവളുടെ വിദ്യാഭ്യാസമാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്. അപ്പോൾ അവൾക്ക് മോൾ ഇപ്പോൾ 8ാം ക്ലാസ് പഠിക്കുക കേട്ടോ. അപ്പോൾ അവൾക്ക് സമയമുള്ളപ്പോൾ എൻ്റെ കൂടെ വന്ന് ചെയ്യാറുണ്ട്. അപ്പോൾ അവളെ എപ്പോഴും ബുദ്ധിമുട്ടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പറ്റണ കാര്യമായിട്ടില്ലല്ലോ. അങ്ങനെ ഞാനാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തായാലും എല്ലാം ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഇത് ഇട്ട് തരണേ. കാരണം അവരുടെ പെർമിഷൻ ഇല്ലാതെ ഇടുന്നത് ശരിയല്ലല്ലോ. അപ്പം അവർക്ക് പിന്നീട് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നി അയച്ചു തരുന്നത്. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ കേണപേക്ഷിച്ചിട്ടുണ്ട്, ഇട്ട് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നീടായപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കാര്യം. പിന്നെ റീ എഡിറ്റ് വീഡിയോസൊക്കെ ഇടാറുണ്ട്. അങ്ങനെ ഇടയ്ക്ക് യാതൊരു പുരോഗതിയും ഇല്ലാതെ വന്നപ്പോൾ ഞാൻ വെച്ചാൽ വെറുതെയാണെന്നൊക്കെ കരുതി വീഡിയോസ് ഒന്നും ഇടാതെ ഇരുന്ന് കേട്ടോ. കാരണം എൻ്റെ വാച്ച് അവറും വ്യൂവേഴ്സൊക്കെ അതിൻ്റെ ഇതൊക്കെ കുറഞ്ഞ് വരുന്ന പോലെ എനിക്ക് തോന്നി. കാരണം നമ്മൾ YT സ്റ്റുഡിയോ എടുത്ത് നോക്കുമ്പോൾ അതൊക്കെ വളരെ കുറഞ്ഞങ്ങ് എന്താണ് ഒരു മൈനസ് പോയിന്റിൽ എത്തിക്കണ പോലെ തോന്നി. പിന്നീട് ഞാൻ വിചാരിച്ച് എന്നും വരട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ഇട്, കുഴപ്പമില്ല, അത് നമ്മൾ ഡെയിലി വീഡിയോസ് കാണുന്നവർ കണ്ടാൽ മതി, നീ അങ്ങ് ഇട്ടേക്കെന്ന് പറഞ്ഞ്. അപ്പം ആ ഒരു ഇതിൽ ഞാൻ വീണ്ടും വീഡിയോസ് ഇട്ടു. പക്ഷേ ഇപ്പം കുഴപ്പമില്ല, എന്താണ് വാച്ച് അവറും വ്യൂവേഴ്സൊക്കെ കുറച്ച് കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ 500 സബ്സ്ക്രൈബേഴ്സായി. സത്യം പറഞ്ഞാൽ സന്തോഷം. എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. കാരണം എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഫാമിലിക്കാണ് ആദ്യത്തെ നന്ദി പറയേണ്ടത് കേട്ടോ. എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡും മോളും എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. കാരണം നിനക്ക് പറ്റും, നീ ചെയ്തു. കാരണം മാന്യമായിട്ടാണല്ലോ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ പോലും ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ അയ്യോ എൻ്റെ കയ്യിൽ മൈക്കില്ല, സ്റ്റാൻഡില്ല, ഇത് കറക്റ്റായിട്ടാണോ എടുക്കുന്നത്. ഇപ്പം ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഞാൻ ഈ പറയുന്നത് ഏത് രീതിയിലാണ് ഉൾക്കൊള്ളുന്നത് എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ എനിക്കുണ്ട് കേട്ടോ. ഞാൻ ഈ എടുക്കുന്ന വീഡിയോസിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അതെന്നെ അറിയിക്കണം. കാരണം എനിക്കറിയത്തില്ല. കാരണം ഞാൻ ഇത്രയും വീഡിയോസ് 280ഓളം വീഡിയോസ് ഇട്ടു, പക്ഷെ ആരും ഒരു കമൻറ്റ് പോലും ഇടത്തില്ല കേട്ടോ. അപ്പം എനിക്ക് വിഷമമാണ്. ഓരോ വീഡിയോസ് കാണുമ്പോൾ ഞാൻ പറയൂ ഈ വീഡിയോസിന് ഇത്ര ഇതില്ലാഞ്ഞിട്ട് അവർക്ക് ഇത്രയും ലൈക്കും കമൻറ്റൊക്കെ ഇട്ട് നമ്മൾ വീഡിയോസ് മാത്രം ആരും എന്താ ഇത്ര ശ്രദ്ധിക്കാത്തതെന്നൊക്കെ ചിലപ്പോൾ സങ്കടം തോന്നാറുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും ഇഷ്ടമല്ലേ. ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെ പറയാമോ ഇവളെ പോക്കൃത്തരം കാണിക്കുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞ് മൈൻഡ് പോലും ചെയ്യാതെ ഫുള്ളും കാണാത്ത ആൾക്കാരുണ്ട്. അതിലൊന്നും എനിക്ക് വിഷമമില്ല കേട്ടോ. ആദ്യമൊക്കെ വിഷമമുണ്ട്, അയ്യോ നാട്ടുകാരെന്ത് വിചാരിക്കും, കൂട്ടുകാരെന്ത് വിചാരിക്കും, അങ്ങനത്തെ ഒരു വിഷമമുണ്ടായിരുന്നു. അപ്പം അയ്യോ അവർ അതിനെക്കുറിച്ച് അങ്ങനെ പറയൂ എന്നൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനത്തെ ഒരു തോന്നലൊന്നുമില്ല. പറയുന്നവർ പറയട്ടെ, നമുക്ക് 100 വായ അടയ്ക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്ന് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ചാനൽ ഇഷ്ടമാവുന്നെങ്കിൽ, നമ്മളുടെ ഈ ഫാമിലി
ചാനൽ ഇഷ്ടമാവുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യണം. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. അല്ല, കമൻറ്റ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കാരണം ഞങ്ങൾക്ക് അറിയത്തില്ല, എന്തെങ്കിലും തെറ്റുകളുണ്ടാകുന്നെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. എനിക്കിതിനെക്കുറിച്ചുള്ള അത്ര ധാരണയില്ല, അങ്ങ് തുടങ്ങിയതാണ് കേട്ടോ. കാരണം വെറുതെ ഒരു കളിക്ക് തുടങ്ങിയതല്ല. ഇത് റീച്ച് ആവും, ഇതിൽ നിന്നൊരു ഇൻകം കിട്ടും എന്നുള്ള ഒരു ലക്ഷ്യത്തോട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അല്ലേ. ആ ഒരു ലക്ഷ്യത്തോട് തന്നെയാണ് ഞാനും തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ ചാനൽ എന്തായാലും 500 സബ്സ്ക്രൈബർ ആകാൻ ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും വളരെയധികം നന്ദി അറിയിച്ചുകൊള്ളുന്നു കേട്ടോ. താങ്ക് യു.